ശരി ശരി ഓക്കെ. എന്റെ പേര് വിജോഷ്നാഥി എന്നാണ്, കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. തൊട്ട് മുമ്പ് സംസാരിച്ച അബ്ദുൾ ബഷീർ സാറിന്റെ വീടിന്റെ അടുത്താണ് എന്റെ വീടും. 2015 മാർച്ച് മാസം മുതൽ മൈലേജ് സ്റ്റൈൽ ബിസിനസ്സിലുണ്ട്. ഒരു പഴയ പട്ടാളക്കാരനാണ്. ആർമി ലൈഫിന് ശേഷമാണ് യാതൊരു മുൻകരുതലില്ലാതാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഞാൻ കഴിഞ്ഞ 2 മാസം മുൻപൊക്കെ 1 മാസത്തിലധികം ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സ്ഥലങ്ങളാണ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് യാത്രയും താമസവും. അപ്പൊ അവിടെയൊക്കെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പ്രൊഡക്റ്റ് എടുക്കാൻ പോകണമെങ്കിൽ മിനിമം 400 കിലോമീറ്റർ യാത്രയാണ് ഒരു POCയിലേക്ക് പോകണമെങ്കിൽ. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ ബിസിനസ്, അപ്പൊ ഞാൻ അന്ന് ആ സമയത്ത് അവരോട് പറഞ്ഞു കേരളത്തിൽ ഞങ്ങളുടെ ചീഫ് മിനിസ്റ്ററിനെ ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി പ്രത്യേക മോണിറ്ററിംഗ് മെക്കാനിസം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റേറ്റിലൊക്കെ ഇനി ഒരു 1-2 വർഷമൊക്കെ പിടിച്ചേക്കാം ഇത്തരം ഒരു അനുകൂല സാഹചര്യത്തിലേക്ക് എത്താൻ വേണ്ടി. മറ്റു പല സ്റ്റേറ്റിലും നിന്ന് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന വ്യക്തി എന്നുള്ളതിൽ ഞാൻ പറയുന്നു, ഇന്ന് ഈ ബിസിനസ് ചെയ്യാൻ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ഉള്ള സ്റ്റേറ്റിലാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും റിസൾട്ടും അച്ചീവ്മെന്റും ഒക്കെ പറയുമ്പോൾ ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് കേൾക്കണം. കാരണം ഞങ്ങളൊന്നും കേൾക്കുന്ന സമയത്ത് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. ഞാനിത് കേൾക്കുന്നത് 2015 ഫെബ്രുവരി മാസത്തിലാണ്. എൻ്റെ അടുത്ത് ഈ പ്ലാൻ പറയുമ്പോൾ ആഴ്ച 2,10,000 എന്ന് പറഞ്ഞതാണ് ആദ്യത്തെ ബ്ലോക്ക് വന്നത്. ശരിക്കും നോക്കൂ, ആഴ്ച 2 ലക്ഷം അല്ലെ മാസം 2 ലക്ഷം ഒക്കെ ലാഭം കിട്ടുന്ന കച്ചവടം നമ്മുടെ നാട്ടിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ അതിനവർ കോടികളും മുടക്കുന്നുണ്ട്. ശരിയല്ലേ? ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ട് പണമൊന്നും മുടക്കണ്ട, ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം ജസ്റ്റ് ബ്രാൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കാന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. ഇതൊരിക്കലും നടക്കില്ല എന്ന് കരുതി വന്ന വ്യക്തിയാണ്. പക്ഷെ ആദ്യമേ ഒരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷനോട് തുടങ്ങാം. 2017 ജൂൺ മാസത്തിൽ ദൈവാനുഗ്രഹത്താൽ എനിക്ക് 2,10,000 ആ സമയത്ത് നമ്മളിവിടെ തൊടുപുഴ വരുമായിരുന്നു. അന്ന് വേറൊരു ഹോട്ടലിലാണ് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്, നോസ് ആർക്കിലാണ് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത്. അപ്പൊ ഈ പണം പ്രവർത്തിച്ചാൽ കിട്ടും, പ്രവർത്തിച്ചാൽ നന്നായി കിട്ടും. ഇവിടെ ഇന്ന് വന്നിരിക്കുന്നതിൽ പുതിയ ആൾക്കാരുണ്ടാവും, കുറെ വർഷങ്ങളായിട്ടോ കുറെ മാസങ്ങളായിട്ടോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത്തരം ഇത് എന്നെ കൊണ്ട് പറ്റുന്നതാണോ, ഈ ഫീൽഡ് എന്റെ പ്രൊഫഷന് യോജിക്കുന്നതാണോ, ഞാൻ ചെയ്താൽ ശരിയാവുമോ, ഇതൊക്കെ ലീഗലാണോ, അത്ര കുറച്ചൊക്കെ സംശയങ്ങൾ ഉണ്ടാവില്ലേ? അത് മാറ്റാന്നുള്ളത് മാത്രമേ എൻ്റെ ഒരു ഡ്യൂട്ടിയുള്ളൂ. എന്ത് ഡൗട്ട് ഉണ്ടായാലും ചോദിക്കാം, എങ്ങനെ ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല, ആൻസർ ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. കാരണം ഇത്രയും ലീഗലായിട്ട് ജെന്യുവനായിട്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനി MIS അല്ലാതെ മറ്റൊരു കമ്പനി. ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങില് ഇതിനെ കുറിച്ചുള്ള ധാരണ മിസ്റ്റേക്ക് മൂലം, തെറ്റിദ്ധാരണ മൂലം ആദ്യത്തെ 1-2 വർഷങ്ങൾ പാഴാക്കി കളഞ്ഞ വ്യക്തിയാണ്. ഞാനിത് കേൾക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ ഇവിടെ പാലായിൽ നിന്ന് കണ്ണൂരേക്ക് കുടിയേറി പാർത്ത ഒരു മലയോര മേഖലയിലുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങൾ കുറച്ച് കൃഷി സ്ഥലമൊക്കെ ഉണ്ട്, 6 മക്കളുണ്ട്. ഞാൻ 5ാമത്തേതാണ്. എൻ്റെ അമ്മ എനിക്ക് 2 വയസ്സുള്ളപ്പോൾ മരിച്ചു. ശാസ്ത്രമാണ് വളർത്തിയത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന ഒരു ഫാമിലി, അക്കാഡമിക് ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ ഉള്ളത് പാസ് ഔട്ട് ആയിട്ടുണ്ട്, PhD ഹോൾഡർ ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ SSLC ക്യാഷ് അവാർഡോട് പാസ്സായി. എൻ്റെ ആഗ്രഹം നല്ല കോളേജിലൊക്കെ അതിനുശേഷം +2 ഒക്കെ കേരളത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, നല്ല കോളേജിൽ പഠിക്കണം എന്നൊക്കെയാണ്. പക്ഷെ 90കളിൽ നിങ്ങൾക്കറിയാം ഞങ്ങളുടെയൊക്കെ വരുമാനം റബ്ബറും കുരുമുളകും തേങ്ങയും, വല്ലാണ്ട് കൃഷിക്ക് വിലയിടുന്ന സമയത്ത് വീട്ടിൽ നല്ലപോലെ ബുദ്ധിമുട്ടാണ്. നാട്ടുകാർ കാണുമ്പോൾ ആസ്തിയുണ്ട്, കുറേ സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ വരുമാനം ഒന്നുമില്ല. ജീവിക്കാൻ നല്ലപോലെ ബുദ്ധിമുട്ടുന്ന സമയത്ത് എൻ്റെ തുടർപഠനം എന്താണെന്നൊരു ആശങ്ക നിൽക്കുന്ന സമയത്ത് ഏറ്റവും മൂത്ത ബ്രദർ, ഇപ്പൊ റിട്ടയർഡ് ആണ് അദ്ദേഹം ആർമിയിലുണ്ടായിരുന്നു. അദ്ദേഹം കണ്ണൂർ കന്റോൺമെന്റിലുണ്ട്. എന്നോട് പറഞ്ഞു, വിജോഷ കൂട്ടാ നീ പട്ടാളത്തിലേക്ക് പോരാ. ഞാൻ പറഞ്ഞു, ചേട്ടാ ചത്താൽ ഞാൻ പട്ടാളത്തിലേക്ക്. എന്റെ ഒരു ഫ്രണ്ട് സ്ഥിരമായിട്ട് ഇതിനെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവനൊരു കമ്പനി എന്നുള്ള രീതിയിൽ 2000 25 വർഷം മുമ്പ് ഒരു റിക്രൂട്ട്മെന്റിന് പോയതാണ്. നിർഭാഗ്യവശാൽ അവനെ എടുത്തില്ല, എന്നെ പിടിച്ച് പട്ടാളത്തിലേക്ക്. 17ാമത്തെ വയസ്സിൽ പട്ടാളക്കാരനായതാണ്. സർക്കാർ ജോലി അറിയാം, ലക്ഷങ്ങള് ആൾക്കാർ ശ്രമിക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. പക്ഷെ എനിക്കതിനുള്ള അർഹതയുണ്ടോന്നും അറിയില്ല, എനിക്ക് കിട്ടി. അവിടെ ചെന്നു. പിന്നെ 2001 ഒരു പാർലമെന്റ് അറ്റാക്ക് നടന്ന കാര്യം നിങ്ങൾ ഓർമ്മ ഉണ്ടാവും. ആ സമയത്താണ് എന്റെ ട്രെയിനിങ് കഴിയുന്നത്. അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് രാജസ്ഥാൻ ബോർഡറിലേക്കൊക്കെ പോസ്റ്റഡായി. ആദ്യത്തെ 1 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഫുൾ ശമ്പളം കയ്യിൽ കിട്ടുന്നത്. ഈ ശമ്പളം കിട്ടുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് ജാസിനോട് തലവേദനയാണ്. ഞാൻ പറയും, എന്റെ പൊന്ന് ജാസ്, എനിക്ക് ഈ ജോലിയൊന്നും വേണ്ട. എന്ത് വെച്ചു ഇവിടെ ഫ്രീഡം. രാവിലെ എപ്പോ എണീക്കണം, എപ്പോ ഉറങ്ങണം, എപ്പോ ഉണ്ണണം, ഇത് പറയാൻ ആൾക്കാരുണ്ട്. അപ്പൻ പറഞ്ഞു, മോനെ അതിപ്പോ സർക്കാർ ജോലി അല്ല, പ്രൈവറ്റ് ജോലിയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയായി.
നമ്മൾ ഒരാളുടെ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ ശമ്പളം തരുന്ന ആൾ പറയും നമ്മൾ എപ്പോൾ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ശരിയല്ലേ? അപ്പൊ അപ്പൻ എന്നോട് പറഞ്ഞു, പക്ഷേ ഫ്രീഡം ഒന്നും ഇപ്പൊ ശമ്പളം കിട്ടുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടും മാറും. ഇപ്പൊ ട്രെയിനിങ് ആണ്, കുറച്ച് തല്ലൊക്കെ കിട്ടുന്നുണ്ടോ, അതുകൊണ്ട് കുറിച്ച് പറയുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് ശമ്പളം കിട്ടുന്ന പ്രശ്നമാണ്. അപ്പൊ അപ്പന്റെ മോട്ടിവേഷൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് രാജസ്ഥാനിലെത്തി, ഫുള്ള് ശമ്പളമാണ്. ഇപ്പൊ എന്റെ ഒരു ആഗ്രഹം ഈ ശമ്പളം അങ്ങനെ തന്നെ മണിയോടായിട്ട് വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം. അന്ന് ക്യാഷ് ആയിട്ടാണ് പൈസ കിട്ടുന്നത്. ഞാൻ ഈ പൈസ വാങ്ങി വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി പോകുമ്പോ ഇവിടെ കുറെ സീനിയറായ മിലിറ്ററിക്കാർ പലരും സംസാരിച്ചു. ഇതേപോലെ കുറച്ച് സീനിയറായ ഉദ്യോഗസ്ഥർ എന്നെ തോളത്തട്ടി പറഞ്ഞു, കൂട്ടാ ഒരു 1500 രൂപ മറിക്കാൻ ആകെ കിട്ടുന്ന 9,000 സംതിങ്. ഇപ്പോഴാണ് 60-70 എത്തി. ഞാൻ അടുത്ത് കൊടുത്തു. പക്ഷെ കൃത്യം അടുത്ത മാസം അയാൾ തിരിച്ചു തന്നു. അടുത്ത മാസം വേറെ സാധനം ചോദിച്ചു. എന്തിനാണെന്ന് ഇവരോട് ചോദിക്കാൻ മാത്രമുള്ള ധൈര്യമൊന്നുമില്ല. നമ്മൾ വളരെ ജോലിയാണ്. 6-7 മാസം കഴിഞ്ഞു. കുറച്ചൊക്കെ ഇവരുമായിട്ട് ബന്ധമൊക്കെ ആയിരുന്നു. ഞാൻ ചോദിച്ചു, സാർ എന്നെക്കാൾ നല്ല റാങ്ക്, എക്സ്പീരിയൻസ് കൊണ്ട് നല്ലപോലെ ശമ്പളമുണ്ട്, പിന്നെന്തിനാ ഈ പൈസ എൻ്റെ അടുത്ത് ചോദിക്കും? അയാൾ എന്റെ തോളത്തട്ടിയിട്ട് പറഞ്ഞു, കൊച്ചു പോയൊരു കല്യാണമൊക്കെ കഴിക്കും, അപ്പൊ മനസ്സിലാവും കിട്ടുന്ന ഒറ്റയ്ക്കുന്നുണ്ടോ ഇല്ലെന്നുണ്ടോ. ഈ ചിരിയിലും കൈയടിയിലും ഇവിടുത്തെ 95% ആൾക്കാരെങ്കിലും കല്യാണം കഴിച്ചവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാനും ചില കണ്ണുകളിൽ ഞാൻ വിസ്മയം കാണുന്നു. കുറച്ച് കണ്ണുകളിൽ ഞാൻ വിസ്മയം കാണുന്നു. നിങ്ങളായിരുന്നു എന്താണ് സാർ ഇത്രയും ചെലവ്? നമുക്ക് ശമ്പളം കിട്ടി കഴിഞ്ഞാൽ വീട്ടിലോട്ട് മാസം അയച്ചു കൊടുത്തിട്ട് വേണം പലചരക്കടയിൽ അവർക്ക് പച്ചു തീർക്കാൻ. പച്ചക്കറികളിൽ കണക്കുണ്ടാവും, പാൽക്കാരന് കൊടുക്കാനുണ്ടാവും, പത്രക്കാരന് കൊടുക്കാനുണ്ടാവും, മക്കൾ പഠിക്കുന്ന സ്കൂൾ ഫീസ് ഉണ്ടാവും, ചിലപ്പോൾ ട്യൂഷൻ ഫീസ് ഉണ്ടാവും, ഓട്ടോറിക്ഷയുടെ സ്കൂൾ ബസ്സിന്റെ പൈസ കൊടുക്കാനുണ്ടാവും, കറണ്ട് ബില്ല്, വെള്ളത്തിന്റെ, ഗ്യാസിന്റെ, ചിലപ്പോൾ വീടിന്റെ വാടക ഉണ്ടാവും, വീടിന് ലോണുള്ള ആൾക്കാരുണ്ടാവും, വണ്ടിയുടെ ചെലവുണ്ടാവും, പിന്നെ വല്ലപ്പോഴും വരുന്ന ഹോസ്പിറ്റൽ ചെലവും ഷോപ്പിംഗ് ചെലവും. പൈസ തരാൻ ഞങ്ങൾക്ക് ഒരു വഴിയാണെങ്കിൽ ചെലവാകാൻ 100 വഴിയുണ്ട്. എത്ര കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ട് മിച്ചമൊന്നും പൈസ ഉണ്ടാക്കുന്നു. നോക്കൂ, നമ്മൾ എത്ര സമ്പാദിക്കുന്നു എന്നുള്ള നല്ല വിഷയം, അതിൽ നിന്ന് എത്ര നീക്കി വെക്കാൻ പറ്റുന്നു എന്നുള്ളതാണല്ലോ സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നത്. അവിടെ 20 വർഷമൊക്കെ ജോലി ചെയ്ത ആളെടുത്തും കാര്യമായിട്ട് നീക്കിയിട്ടുണ്ട്. ഞാൻ അപ്പോഴേ വിളിച്ച എൻ്റെ അപ്പനോട് പറഞ്ഞു, ചാച്ച പറഞ്ഞതൊന്നും ശരിയാണെന്ന് തോന്നില്ല, ഇവിടെ 15 വർഷം 20 വർഷം അയാൾ സെറ്റ് ആയിട്ടില്ല, ഞാൻ രാജിവെക്കും. ചെന്നപ്പോ പോലെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം രാജിവെക്കുക എന്നുള്ളത്. അപ്പൻ പറഞ്ഞു, മോനെ 15 വർഷം കഴിഞ്ഞാൽ നീ പെൻഷനാണ്, 32ാമത്തെ വയസ്സിൽ പെൻഷനാണ്, പിന്നെ പണി കൊടുക്കണം. അപ്പൊ 32ാമത്തെ വയസ്സിന് ശേഷം ഒരു പണി എടുക്കാതെ പൈസ കിട്ടുന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. 17ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യത്തെ ലീവ് വരുന്നു. എന്റെ പ്രതീക്ഷ ഈ റിട്ടയർ ആയി കഴിഞ്ഞാൽ ചുമ്മാ ചാടിയിരുന്നു, കാശുണ്ടാകും, ആസ്വദിക്കും, ജീവിതം. ഞാൻ നാട്ടില് തളിപ്പറമ്പെന്ന് പറഞ്ഞിട്ടാണ് ലീവിൽ വരുമ്പോൾ തളിപ്പറമ്പ് എനിക്ക് മുൻപേ റിട്ടയർ ആയ 28 വർഷം സർവീസ് ചെയ്തു ഒരു സാബ്, അതായത് ഞാൻ സാബ് എന്ന് വിളിക്കും. ഒരു പേര് കേരള പോലീസിന്റെ ഹോംഗാർഡ് ദൈവം വഴി പിടിച്ചു. സാബ് ഇവിടെ അത് എന്താ കുഴപ്പം? മാധവ നമ്പേര് പയ്യന്നൂർ സെന്റിൽ നിൽക്കുന്നുണ്ടല്ലോ. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. ആ വന്നു, മോളെ കെട്ടിച്ചു, ഏതാണ്ടൊക്കെ തീരുമാനമായി പൈസ. ഇനി ഒരാളെ കൂടെ കെട്ടിക്കാണ്. എനിക്ക് 3 പെൺമക്കളുണ്ട്. അന്നേരം ഇപ്പോഴത്തെ മാധവൻ സാബ്, നമ്പ്യാർ സാബ് ആൺകുട്ടികൾ ഓന്ന് വലിയൊരു വീട് വെച്ചു. ഞാൻ എല്ലാവരുടെ അവസ്ഥ ഒന്നും പറയുന്നില്ല. ഞാൻ പരിചയപ്പെട്ടു ഞങ്ങളെ പോലെ സർവീസിൽ റിട്ടയർ ആണ് ഏറെക്കുറെ മെജോറിറ്റി ലൈഫിൽ സർവീസിന് ശേഷവും വീണ്ടും ജോലി ചെയ്യേണ്ട വരുന്ന അവസ്ഥയാണ് നേരിടുന്നത്. ചിലപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം മൂലമായിരിക്കാം, ചിലപ്പോൾ വീടിന്റെ ആയിരിക്കാം, മക്കളുടെ കല്യാണമായിരിക്കാം, മറ്റു ചെലവായിരിക്കാം, അങ്ങനെ പല രീതിയിലായിരിക്കാം. ചില ആൾ എന്നോട് പറഞ്ഞു, ബിജോഷേ നമ്മുടെ കൗമാര യൗവനമൊക്കെ രാജ്യത്തിനും കുടുംബത്തിനും വേണ്ടി ചെലവഴിച്ചു, ഇപ്പൊ വീട്ടിലിരിക്കുമ്പോൾ വലിയ വിലയൊന്നും ഇല്ല. അങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. EMI ഒന്നും ഇപ്പോഴും തീർന്നില്ലല്ലോ. ഞാനൊരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെ പോലെ മിഡിൽ ക്ലാസ് കാനഡയിൽ പോകുന്നവരെന്ന് ചെയ്ത് സെറ്റിലാണെന്ന് ആഗ്രഹമുള്ളൂ. 2.5 വർഷം സമയമുണ്ട്. അങ്ങനെ ചെയ്ത് ZTC സോണൽ ടീം കോർഡിനേറ്റർ റാങ്ക് വരെ പാർട്ട് ടൈമറായിട്ട് എത്തി. ആ സമയത്താണ് അന്ന് കേരളത്തിൽ ബിസിനസ് ചെയ്തുകൊണ്ട് നമ്മുടെ സോമകുമാർ സാർ, പ്രസാദ് സാറിനെ പോലുള്ള ലീഡേഴ്സ് ആഴ്ച 2,10,000 ആദ്യം ഒന്ന് വാങ്ങിച്ചത് ലൈസൻസ്. അപ്പൊ ഞാൻ ചിന്തിച്ചത്, അതോടൊപ്പം കോഴിക്കോട് ഒരു അധ്യാപകൻ സത്യൻ മാസ്റ്റർ അദ്ദേഹം വാങ്ങിയിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചത്, ഒരു ടാക്സി ഡ്രൈവറായ പ്രസാദ് സാറിനോ, ലോറി ഡ്രൈവറായ സോമകുമാർ സാറിനോ, അല്ലെങ്കിൽ അധ്യാപകനായ സത്യൻ മാസ്റ്റർക്കോ ഈ കമ്പനിയിലൂടെ 2,10,000 വാങ്ങാൻ പറ്റുമെങ്കിൽ പ്രവർത്തിച്ചാൽ നമുക്ക് പറ്റും.
2017 ജൂൺ 9 ആയപ്പോഴത്തേക്ക് തന്നെ 2,10,000 രൂപ ഇങ്ങനെ കണക്ക് കൂട്ടരുത്. അതങ്ങനെ ഒരു പ്രാവശ്യം കിട്ടി, പക്ഷെ കിട്ടുമെന്ന് മനസ്സിലായി. എന്റെ വൈഫ് ഫേസ്ബുക്കിൽ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു. ഇപ്പൊ എനിക്ക് എല്ലാവരോടും പറയാൻ കിട്ടിയത് ഇതെങ്ങനെ കിട്ടിയെന്ന് പറയാനൊരു മടി. അപ്പൊ എന്റെ വൈഫ് ഫേസ്ബുക്കിൽ കൺഗ്രാറ്റ്സ് ഡിയർ ജോഷ് ചേട്ടാ എന്ന് പറയുന്നത് ഈ പോസ്റ്റർ ഇട്ടു. എന്റെ മിലിറ്ററിയിലുള്ള ചങ്ങായിമാരിലേക്ക് കണ്ടു. അവൻ ആ ഫോട്ടോ എടുത്ത് കോപ്പി ചെയ്ത് വാട്സാപ്പിൽ തിരിച്ചിട്ട് പറഞ്ഞു, അയ്യ നിന്റെ ഫോട്ടോയുടെ താഴെയാണ് ഈ 21,000 അല്ല 2,10,000. അതിന് എന്താ സംഭവം? നമ്മൾ ബ്രോ കഴിഞ്ഞ ആഴ്ചയിലെ വരുമാനം. അനന്തരം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇന്ന് 500-ലധികം ആർമി പേഴ്സണൽ എന്നോടൊപ്പം സജീവമായി അതിൽ 2 നാഷണൽ ടീം കോർഡിനേറ്റേഴ്സും 2 റീജിയണൽ ടീം കോർഡിനേറ്റേഴ്സും 6 സ്റ്റേറ്റ് ടീം കോർഡിനേറ്റേഴ്സും ഉണ്ട്. പക്ഷെ അവർ കടന്നു വരാൻ വേണ്ടി ഞാൻ 2,10,000 വാങ്ങി തെളിയിക്കേണ്ടി വന്നു. ഈ പറഞ്ഞത് കുറച്ചു കാലമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ, പുതിയ ആൾക്കാർക്ക് വേണ്ടി. അതായത് ചിലപ്പോ നിങ്ങളെ ആൾക്കാർ പരിഹസിച്ചേക്കാം, ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കളിയാക്കിയേക്കാം, ഇത് നടക്കില്ല എന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഇത് നടക്കില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരൊക്കെ നമ്മുടെ വീട്ടില് അടുപ്പ് പുകഞ്ഞില്ല സഹായിക്കാൻ വരുമൊന്നുമില്ല, അതൊന്നും ഇല്ല. പക്ഷെ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ, വിജയിച്ച് കാണിക്കുകയാണെങ്കിൽ അവർ നമ്മളോടൊപ്പം നിൽക്കും. അങ്ങനെ തുടങ്ങി ചെറിയ അച്ചീവ്മെന്റ്, ഒരു കാറൊക്കെ വാങ്ങിച്ച് ഒരു ബൈക്ക് പോലും ഇല്ലാത്ത ബിസിനസ്സിലേക്ക് വന്നാണ്. സത്യം പറഞ്ഞ ബൈക്കിന്റെ ലൈസൻസ് ഇപ്പോഴും ഇല്ല. ഒരു കാർ, മാരുതിയുടെ കാറിൽ തുടങ്ങി നല്ല സ്കോഡയിലേക്ക് കടന്നു, ജീപ്പ് കോമ്പസിലേക്ക് കടന്നു, ഇപ്പൊ ടയോട്ടയുടെ ഒരു ഹൈക്രോസ്, ഇന്നോവ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നാട്ടില് തരക്കേടില്ലാത്ത രീതിയിൽ കുറച്ചൊക്കെ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപമുണ്ട്. ഓഹരി വിപണിയിൽ പണ്ടേ ഇടപെടുന്ന ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് താല്പര്യമുണ്ട്. മ്യൂച്വൽ ഫണ്ടിലൊക്കെ മാന്യമായ നിക്ഷേപമുണ്ട്. തരക്കേടില്ലാത്തൊരു വരുമാനം, വലിയ വരുമാനം ഞാൻ പറയുന്നില്ല, എന്നാലും തരക്കേടില്ലാത്തൊരു വരുമാനം. 10 വർഷമായിട്ട് കളർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അല്ലെ ചോദിക്കും. പക്ഷെ ഞാനൊന്ന് മനസ്സിലാക്കുന്നു, അവരെന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞല്ലോ 10 കോടി ബിസിനസ് കൂടി മാച്ച് ചെയ്തു. അത് ഇപ്പോഴല്ല, 2022 മാച്ച് ചെയ്തതാണ് 10 കോടി. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, ഈ ബിസിനസ് ഒരു കടലാണെങ്കിൽ, സമുദ്രമാണെങ്കിൽ ഞാൻ അതിൽ നിന്നൊരു സ്പൂണിൽ പോലും എടുത്തിട്ടില്ല. ബക്കറ്റിൽ എടുത്തുകൊണ്ട് പോകണം ആഗ്രഹമുണ്ട്. ഈ ബിസിനസ്സിൽ 1% പോലും പ്രവർത്തിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, പഠിക്കാനുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് ലോകത്ത് ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള രാജ്യത്ത്, ആ രാജ്യത്ത് തന്നെ ഏറ്റവും സാധ്യതയുള്ള സംസ്ഥാനത്താണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. ബിസിനസ് കേട്ടത് നിങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. ആരാണോ നിങ്ങളെ ഈ മീറ്റിംഗ് ഹാളിലേക്ക് വിളിച്ചത് അവർക്ക് മനസ്സിലായ ഒരു നല്ല കാര്യം, ഒരുപക്ഷെ അവർ നേരിട്ട് പറഞ്ഞാൽ തന്നെ അവർക്ക് ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായിട്ട് അവർക്ക് മനസ്സിലായ ഒരു നന്മ പങ്കുവെക്കാനാണ് നിങ്ങളെ ഈ മീറ്റിംഗ് ഹാളിലേക്ക് വിളിച്ചത്. അവർക്ക് നിങ്ങൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കാമെന്നാണ്. അവരോടൊപ്പം ഇരിക്കുക, അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. ബാക്കി നമ്മൾ എല്ലാവരും ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാണ്. മൈലേജ് സ്റ്റൈൽ ഒരു കുടുംബമാണ്. നമ്മുടെ ഇവിടെ വലിയ സാന്നിധ്യമുള്ള അപ്കമിങ് WTC ലീഡർ, IID ITC ബിജു മാത്യു സാർ, അദ്ദേഹത്തിനൊക്കെയാണ് ഞങ്ങൾ ഈ ബിസിനസ്സിൽ ആവേശം ഉൾക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹമൊക്കെയാണ് ഞങ്ങളുടെ ഒരു പ്രചോദനം. സോ ഇവിടെ ഇന്ന് വന്ന നിങ്ങൾക്ക് എല്ലാവരും നല്ലൊരു തീരുമാനം എടുക്കാൻ, പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ഞാൻ ഈ പ്രവർത്തനം എന്ന് പറയുമ്പോൾ കഷ്ടപ്പാടെന്ന് കരുതരുത്. റെക്സോണ തേച്ച് കുളിക്കുന്നത് മാറ്റി ഓണാൻകൊണ്ട് കുളിക്കും. സെൻസോഡൈനോ അല്ലെ ക്ലോസപ്പ് മാറ്റി തേക്കുന്നതിന് പകരം ഇത്രേ ഉള്ളൂ. ബ്രാൻഡ് ചെയ്യുന്നതിന് കഷ്ടപ്പാട് അല്ല, അതൊരു ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ. പക്ഷെ അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇറ്റ്സ് എ ലീഗൽ, ജെനുവിൻ, എത്തിക്കൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. 2015 ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഒറ്റ കാരണം നഷ്ടമില്ല എന്നുള്ളതുകൊണ്ടാണ്, വേറെ കാരണമൊന്നുമില്ല, നഷ്ടമില്ല. പക്ഷെ 2017 കാനഡയ്ക്ക് പോകണം, മൈലേജ്